ഇനിയുള്ള മന്ത്രം നാദത്തെ പറ്റിയിട്ടാണ്. നമ്മളധികം സാധാരണ ചിന്തിക്കാത്ത ഒരു വിഷയമാണ്. നാദരൂപ നാമരൂപ വിവർജിത എന്നുള്ള 2 മന്ത്രങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. നാദം 4 തരത്തിലാണ് എന്ന് ലളിതാ സഹസ്രനാമം പറയുന്നു. പരാ പ്രത്യക്ഷിതി രൂപ പശ്യന്തി പരദേവത, മധ്യമ വൈഖരി രൂപ ഭക്തമാനസ ഹംസിക എന്നുള്ള സ്തോത്രം ഇതിനെ സൂചിപ്പിക്കുന്നു. പര, പശ്യന്തി, മധ്യമ, വൈഖരി എന്നാണ് 4 നാദങ്ങൾ, ശബ്ദങ്ങൾ. നമ്മൾ അവ്യക്തമായ ശബ്ദങ്ങളെ പറ്റിയിട്ട് അധികം ചിന്തിക്കാറില്ല. ശബ്ദമെന്ന് പറയുന്നത് നമ്മൾ പുറത്ത് കേൾക്കുന്ന ശബ്ദം മാത്രമാണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇതിനെ വൈഖരി എന്നാണ് പറയുന്നത്. ഏറ്റവും സ്ഥൂലമായതാണ് വൈഖരി. അതിന് അവ്യക്തമായതും സൂക്ഷ്മമായതുമായ ഭാവങ്ങളുണ്ട്. ഏറ്റവും സൂക്ഷ്മമാണ് പര. അതിനേക്കാൾ കുറച്ചും കൂടി സ്ഥൂലമാണ് പശ്യന്തി. സ്ഥൂലത്തിൻ്റെയും സൂക്ഷ്മത്തിൻ്റെയും ഇടയ്ക്കുള്ളതാണ് മധ്യമ. അതുകൊണ്ടാണ് അതിനെ മധ്യമ എന്ന് പറയുന്നത്. ഏറ്റവും സ്ഥൂലമായിട്ട് പുറത്ത് കേൾക്കുന്ന ശബ്ദമാണ് വൈഖരി. നമ്മൾ ഇതിന് കുറച്ചും കൂടി ഒരു ഉദാഹരണ രൂപത്തിൽ നോക്കുകയാണെങ്കിൽ, അമ്മയുടെ അടുത്ത് പലരും പോകുന്നത് കാണാം. ചില സമയത്ത് അമ്മ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു, നമ്മൾ പറയുന്നു, അമ്മ അതിന് പ്രത്യുത്തരം നൽകുന്നു. അങ്ങനെയും കാണാം. ചില സമയത്ത് വളരെ എളുപ്പമായിരിക്കും. ചില സമയത്ത് തിരക്കുള്ള സമയത്ത് ആൾക്കാർക്ക് വലിയ വലിയ വിഷമങ്ങളായിരിക്കും. ചിലപ്പോൾ ഒരു വലിയൊരു പേപ്പറിൽ ഒരു വലിയ ലിസ്റ്റായിട്ടാണ് ആൾക്കാർ വരുന്നത്. അവിടെ പോയാൽ അവിടുത്തെ അന്തരീക്ഷം, പിന്നെ അമ്മയോട് അടുക്കുമ്പോഴുള്ള ഒരു ഭയഭക്തി, അതുപോലെ ചിലർക്ക് ഭാഷ അറിയില്ല. അമ്മയുടെ അടുത്ത് വരുന്നവർ എത്രയോ നാനാ രീതിയിലുള്ള ഭാഷകൾ സംസാരിക്കുന്നവരാണ്. വെള്ളക്കാരെല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കുന്നവരല്ല. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പോലും ചെയ്യാൻ പറ്റില്ല. പിന്നെ അവർക്ക് വിചിത്രമായ പല സംശയങ്ങളുണ്ടാവും. നമുക്ക് തന്നെ നമ്മുടെ സംശയങ്ങൾ മുഴുവൻ എവിടെ തുടങ്ങണമെന്ന് പോലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് പറയാൻ സാധിച്ചു എന്നിരിക്കും, ചിലപ്പോൾ നമുക്ക് പറയാൻ സാധിച്ചില്ല എന്നിരിക്കും. പക്ഷേ ഓരോ വ്യക്തിയും അമ്മയുടെ അടുത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ വളരെ സന്തുഷ്ടരായിട്ടും വളരെ സമാധാനത്തോടു കൂടിയാണ് തിരിച്ചു വരുന്നത്. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, ചിലപ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ അമ്മ ആ കാര്യം നമ്മളോട് പറയും. ചിലപ്പോൾ നമ്മൾ പകുതി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ അമ്മ പൂരിപ്പിക്കും. നമ്മൾ ചിലപ്പോൾ വ്യക്തമായിട്ടുള്ള രീതിയിൽ പറഞ്ഞില്ലെങ്കിൽ അമ്മ തന്നെ അതിൻ്റെ നമ്മൾ ചിന്തിക്കാത്ത വശങ്ങളും കൂടി അമ്മ പറയുന്നത് കാണാം. എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? ഞാനൊരു ബ്രഹ്മചാരിയോട് ചോദിച്ചു, അയാൾ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അമ്മയുടെ അടുത്ത് പറയുന്നതെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കും. അമ്മയുടെ അടുത്ത് പോകുമ്പോൾ അമ്മ തന്നെ എല്ലാം നമുക്ക് വഴി കാണിച്ചു തരണമെന്ന് വിചാരിച്ചുകൊണ്ട് പോകും. അമ്മ ഈ വൈഖരി മാത്രമല്ലല്ലോ മനസ്സിലാക്കുന്നത്, പരാ, പശ്യന്തി, മധ്യമ, ഇതിലൂടെയൊക്കെ അമ്മയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് എനിക്ക് ആവുന്നത് പോലെയൊക്കെ പറയും. അമ്മ അതിന് വേണ്ട ഉത്തരങ്ങളൊക്കെ തരാറുണ്ട് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ പുറത്ത് പറയുന്നത് മാത്രമല്ല ഈശ്വരൻ ഗ്രഹിക്കുന്നത്, നമ്മുടെ ഭാവമാണ് ഈശ്വരൻ ഗ്രഹിക്കുന്നത്. സംസ്കൃതത്തിൽ ചതുർത്ഥി വിഭക്തി എന്ന് പറയും. വിഷ്ണു ശബ്ദത്തിന് വിഷ്ണവേ എന്നാണ് ചൊല്ലേണ്ടത്. ഇത് രാമശബ്ദത്തിനാണെങ്കിൽ രാമായ എന്നാണ് ചൊല്ലേണ്ടത്. ഒരു ഭക്തൻ സംസ്കൃതം അറിയാത്തതുകൊണ്ട് വിഷ്ണവേ എന്ന് ചൊല്ലുന്നതിന് പകരം വിഷ്ണായ എന്ന് ചൊല്ലി. അത് വ്യാകരണം നിയമം അനുസരിച്ച് തെറ്റാണ്. പക്ഷെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മൂർഖോ വദതി വിഷ്ണായ, വിദ്വാൻ വദതി വിഷ്ണവേ, ഉഭയോഹ സദൃശം പുണ്യം. 2 പേർക്കും പുണ്യം ഒരുപോലെയാണ്. ഭാവഗ്രാഹി ജനാർദ്ദന, ഭഗവാൻ നമ്മുടെ ഭാവത്തെയാണ് ഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ സ്ഥൂലമായിട്ട് കേൾക്കുന്നതും സ്ഫുടമായിട്ട് കേൾക്കുന്നതും സ്ഫുടമായിട്ട് കേൾക്കാത്ത ചിന്തകളും ഈശ്വരിയാണ്, ദേവിയാണ്. പര, പശ്യന്തി, മധ്യമ, വൈഖരി, ഈ ശബ്ദരൂപങ്ങൾ, നാദരൂപങ്ങളൊക്കെ ദേവിയാണ് എന്ന് ദേവിയുടെ
സൂക്ഷ്മരൂപത്തെ ശ്രീ ലളിതാ സഹസ്രനാമം നമുക്ക് പറഞ്ഞു തരുന്നു. നാദരൂപ എന്നുള്ള നാമത്തിൻ്റെ അടുത്ത നാമമാണ് നാമരൂപ വിവർജിത എന്നുള്ളത്. ഈ ലളിതാ സഹസ്രനാമത്തിൽ ഉടനീളം നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണ് ഈ പൂർവാപര ബന്ധം. നമുക്ക് ഒറ്റയ്ക്ക് ഒരു നാമത്തിന് അർത്ഥവും പറയാം, അതിൻ്റെ അടുത്ത നാമങ്ങളുടെ കൂടെ ചേർത്തും അർത്ഥം പറയാൻ സാധിക്കും. ആദ്യം പറഞ്ഞു ദേവി നാദരൂപിണിയാണ് എന്ന് ദേവിയുടെ രൂപം ഉണ്ട് എന്നുള്ള രീതിയിൽ നാദരൂപ എന്ന് പറഞ്ഞു. ഇപ്പം നാമരൂപ വിവർജിത, രൂപങ്ങളും നാമങ്ങളും ദേവിക്ക് ഇല്ല എന്ന് ഇതിൽ പറയുന്നു. ഇത് പരസ്പര വിരുദ്ധമായിട്ട് ചിലർക്ക് തോന്നാം. ഈ പ്രപഞ്ചത്തിൽ 5 പ്രതിഭാസങ്ങളുണ്ടെന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അസ്ഥി, ഭാതി, പ്രിയം, നാമം, രൂപം. ഒരു വസ്തു ഉണ്ട് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ് ഈ അസ്ഥി എന്ന് പറയുന്നത്. തത് അസ്ഥി, അതുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം, സാമാന്യമായിട്ടുള്ള അർത്ഥം. അതുപോലെ ഭാതി, ബുദ്ധിക്ക് ഗോചരമാവുന്നു, അത് നമുക്ക് മനസ്സിലാവുന്നു എന്നുള്ളതാണ് ഭാതി എന്നുള്ളതിൻ്റെ തത്വം. ജീവിക്കണം, പ്രിയം, നമ്മുടെ ശരീരത്തിനോടും ഈ രൂപത്തിനോടൊക്കെ നമുക്ക് പ്രിയമുള്ളത് കൊണ്ടാണ് നമ്മുടെ ജീവിതം തന്നെ നടന്നു പോകുന്നത്. ഈ അസ്ഥി, ഭാതി, പ്രിയം എന്നുള്ളവയെ ചിദ്ഗ്രന്ഥി, ഈ ചൈതന്യ വസ്തുവിനോട് സംബന്ധിച്ചാണ് പറയാറുള്ളത്. നാമം, രൂപം എന്നുള്ളത് ജഡവസ്തുക്കൾക്കും ഉണ്ടാവും. എല്ലാ വസ്തുക്കൾക്കും ഒരു പേരുണ്ട്. അതുപോലെ ഒരു രൂപവും ഉണ്ടാവും. ഇത് ജഡവസ്തുക്കളോടാണ് ഇതിനെ യോജിപ്പിക്കുന്നത്. ഇങ്ങനെ ഈ പ്രപഞ്ചത്തിൽ ചൈതന്യം ഉള്ളവയും അല്ലെങ്കിൽ ചലനമുള്ളവയും, ഈ ചൈതന്യമുള്ളതിനൊക്കെ ചലനമുള്ളത് കൊണ്ടാണ് അതിന് ചൈതന്യമുള്ളത് എന്ന് നമ്മൾ കാണുന്നത്, എന്ന് മനസ്സിലാക്കുന്നത്. ചലനമില്ലാത്ത ജഡവസ്തുക്കളെയും അതിനെ ജഡഗ്രന്ഥി എന്നാണ് പറയുന്നത്. ഈ രണ്ടും ഓരോ ജീവജാലങ്ങളിലും ജീവാത്മാവായിട്ട് കുടികൊള്ളുന്നതും ദേവി തന്നെ. അതിൻ്റെ ആകൃതി ഉണ്ടാക്കിക്കൊണ്ട് പഞ്ചഭൂതാത്മികയായിട്ട് ജഡവസ്തുവായിട്ട് നിൽക്കുന്നതും ദേവി തന്നെ. ചിത്ശക്തി ചേതനാരൂപ ജഡശക്തിർ ജഡാത്മിക എന്ന് സഹസ്രനാമം തന്നെ നമ്മളെ പഠിപ്പിച്ചു തരുന്നു. ആദ്യം നാദരൂപിണി എന്ന് പറഞ്ഞുവെങ്കിലും ജഡമായിട്ടുള്ള വസ്തുക്കളിലും ദേവിയുണ്ട്, ജഡമല്ലാത്ത ചൈതന്യ വസ്തുക്കളും ദേവിയാണ്. ചിദ്വസ്തുവും ദേവിയാണ്, ചൈതന്യ വസ്തുവും ദേവിയാണ് എന്നുള്ള ഒരു കാര്യത്തെ സൂചിപ്പിച്ചുകൊണ്ട് നാമരൂപ വിവർജിത, ദേവിക്ക് വാസ്തവത്തിൽ നാമരൂപങ്ങളില്ല എന്നുള്ള മന്ത്രം നമ്മളെ പഠിപ്പിച്ചു തരുന്നു. അങ്ങനെ സർവം ദേവീമയം ജഗത്ത് എന്നുള്ള തത്വമാണ് ഇത് സൂചിപ്പിക്കുന്നത്.